மண்ணின் மேலே மனிதனிக்காசை, விண்ணின் மேலே மண்ணிக்காசை, அதுதான் கடைசியில் ஜெயிக்கிறார். அண்ணாச்சி சும்மா ஒண்ணு பாட்டு பாடாடா, நல்லது ஊதி ஆറ്റാൻ. அண்ணன் ஒரு கேள்வி கேட்கட்டுமா? அந்த കല്യാണത്തിന് പോയ ആള് ഇപ്പൊ തിരുമ്പി വരും. അയ്യോ, കല്യാണത്തിന് 10-15 ദിവസം എന്നും പറഞ്ഞിട്ട് പോയതാ. ഇനിയിപ്പോ അവന്റെ കല്യാണവും കഴിഞ്ഞ് അവന്റെ കൊച്ചിന്റെ ചോറുടുപ്പും കഴിഞ്ഞാൽ ഇനി വരുത്തോളം തോന്നുന്നു. കടവുളെ അന്ത ആള് തിരുമ്പി വരരുതേ. പിന്നെ നല്ല രീതിയൊക്കെ ജോലി ചെയ്യണം. അവന് പകരത്തിനാണ് നീ ഇന്നെ ഇവിടെ ജോലിക്ക് നിർത്തി. ഇല്ല, ഇപ്പൊ എന്നാ பண்ணுവേ? ഈ ഒരു കാര്യം ഈ വിറകൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം. പിന്നെ അത് തന്നെ മോലാളി വരാൻ നേരത്ത് നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പിയൊക്കെ കൊടുക്കാമല്ലോ. നല്ല രീതി കേന്ദ്ര സർക്കാരിനെ ഞാൻ ഉത്തരം പറയണോ? അറിയാമോ ഈ വണ്ടിക്ക് പേരെന്നാ? തീവണ്ടി. അപ്പൊ തീ കുറച്ച് കൊടുക്കലാമോ ഈ വണ്ടിക്ക്? ഇവനൊക്കെ ജോലിക്ക് നിർത്തി എന്നെ വേണമെന്നല്ല. നീ ഇനി ഒരു പണിയും ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യ്, ബിരിയാണി കൊണ്ട് കൊടുക്കും. ബിരിയാണി അങ്ങോട്ട് കൊടുക്കട്ടെ. അതിനാ ബിരിയാണി കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ ആൾക്കാർ പറഞ്ഞേ ഇന്റെ ചിക്കൻ ബിരിയാണിക്കകത്ത് മുട്ടയില്ലാന്ന്. ചിക്കൻ ബിരിയാണിക്കകത്ത് മുട്ടയില്ല? മുട്ടയില്ലാന്ന് മുട്ട എടുക്കാം. ഇതെങ്ങനെ മുട്ട ഉണ്ടാവും? എടാ, ഇത് പൂവൻ കോഴിയല്ലേ, പൂവൻ ചിക്കനാണെന്ന്. അതിനകത്ത് മുട്ട കാണത്തില്ല. മോലാളി അന്നേ இந்த பிரியாணியோட பேர் மாட்டணும். எக்ஸ்ட்ரா பிரியாணின்னு கூப்பிடுறோம். எக்ஸ்ட்ரா பிரியாணியா? இதுக்குள்ள அஸ்தி மாத்திரம் இருக்கு, இறைச்சி இல்ல. നല്ലൊരു പറയുന്നു. എടാ പാണ്ടി, ഇറച്ചി മുഴുവൻ നീ എടുത്ത് നിന്നിട്ട് എല്ലും കൊണ്ട് പോകാനുള്ള പരിപാടിയാ. നീ പൊറോട്ട മുട്ട കൊണ്ടിയല്ലേ? പൊറോട്ട മുട്ട കൊണ്ടിയല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പൊറോട്ട ടൈം, പൊറോട്ട ടൈം. എന്റെ മുതലാളി, നിങ്ങൾ ഒരു ആണാണോ? എന്താ ഒരു പെണ്ണ് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വന്നിക്കുമ്പോ കണ്ണ് മിടിച്ച് നിൽക്കാതെ പിടിക്കണ്ടേ? അത് പറയണ്ടേ? അയ്യോ, അല്ല, ഗ്യാസ് ഊറ്റി ഒന്ന് പിടിച്ചിറക്കാൻ. വണ്ടി സ്റ്റാർട്ടായി. മുതലാളിയുടെ മൂഞ്ചി ഒരു മാതിരി. പിടിക്ക് മുതലാളി. വണ്ടി സ്റ്റാർട്ടായി. പിടി 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 പിടി. അയ്യോ, പിന്നെ എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല മൂത്ത കോഴി. എന്നടാ മൂത്ത കോഴിയോ? അല്ല, നല്ല മൂത്ത കോഴിയാന്ന് പറയുമായിരുന്നു. നന്നായിട്ട് ഇളക്ക്, നന്നായിട്ട് ഇളക്ക്. നീ സഹായിക്കും മുതലാളി. ഇളക്ക് ഇളക്ക് ഇളക്ക്. നോക്കി, ഉപ്പ് നോക്കി. എനിക്കങ്ങ് വയ്യ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കാനൊന്നും. വിൽക്കാനല്ലെന്ന്, അടിക്ക് പിടിച്ച് കൊണ്ട് കപ്പൂത്തി കളയാൻ. പിടി 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 പിടി. ഉണ്ടായിക്കൊണ്ടിരിക്കണം മഞ്ചായി ചിറ്റിക്കാനായിട്ട്. ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. നോക്കണ്ട. പിന്നെ ഇതാണ് ട്രെയിൻ. ഓരോ ജംഗ്ഷൻ വരുമ്പോ ഓരോ സ്ഥലത്ത് നിർത്തും. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് കയറി പോകണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഈ ട്രെയിൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടോ. അയ്യോ, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ അപ്പൂപ്പന്റെ കാലഘട്ടം അങ്ങനെ അല്ലത്. അത് ഭ്രാന്തന് കെട്ടുന്നത്. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഈ ട്രെയിൻ എവിടെ നിൽക്കുമോ അവിടെ തന്നെ നിൽക്കും. ഇത് പിടിച്ച് വലിച്ച ട്രെയിൻ നിൽക്കും. വലിക്കരുത്, നമ്മൾ വലിച്ചോണ്ടിരിക്കേണ്ടി വരും. ഡൽഹിയിലാണ് ഇതിന്റെ കേസൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മള് ഡൽഹിയിൽ പോകുന്നു. പിന്നെ നമ്മള് ഡൽഹി ഹണിമൂണിന് പോവല്ലേ, അവിടെ തന്നെ താജ്മഹൽ കാണുന്നു. നമ്മൾ ഈ ട്രെയിൻ തന്നെ തിരിച്ചു പോരുന്നു. അപ്പൊ 2 ദിവസം ഇവിടെ ലീവ് ഒരാളോട് ചോദിക്കണം കേട്ടോ. നീ ഉണ്ടായിരുന്നോണം, ബഹുമാനം ഒക്കെ വേണം ഒരാളോട്. എല്ലാ പരിപാടിയാണ് കാണിച്ചത്. എന്താ 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ 15 ദിവസമായി. അല്ല മുതലാളി ഇങ്ങോട്ട് ചൂടാണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ മുതലാളിയായിട്ടാണോ കാണുന്നത്? ഒരു ചേട്ടനായിട്ടല്ലേ കാണുന്നത്? എന്റെ കല്യാണത്തിന് എന്താ മുതലാളി വരാഞ്ഞ്? അതങ്ങനെ നിന്റെ കല്യാണത്തിന് വരും. നിന്റെ കല്യാണം എവിടെ നടന്നത്? അടിപറ്റത്ത് മഠത്തിലെ. അടിപറ്റത്ത് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ഇല്ല. ഞാൻ ഈ ട്രെയിനെ പടവൻ അവിടെ ഇറങ്ങാൻ പറ്റുമോ? പിന്നെ ഇതാണ് പെണ്ണ്. ആണോ? ഇതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലും പെണ്ണുങ്ങൾ ഇരിക്കണ്ടേ. ഇതാണ് മുതലാളി. ഇതാണോ ഈ ട്രെയിനിന്റെ മുതലാളി? ട്രെയിനിന്റെ അല്ല, ഈ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിന്റെ മുതലാളി. എന്റെ മുതലാളി. ചിരിക്കാതെ കാര്യം പറ. മുതലാളിയുടെ സെറ്റപ്പാ. ഇതാണ് മുതലാളിയുടെ ചിറ്റപ്പനല്ല, മൊത്തം കരിയും തേച്ചോണ്ട് വന്നേക്കോ ചിറ്റപ്പനായിട്ട്. പിന്നെ ഞാൻ വന്നത്, ഞങ്ങള് ഡൽഹിയിലോട്ട് പോകണല്ലോ. ഞാൻ ഹണിമൂൺ ട്രിപ്പാ. അവർക്ക് താജ്മഹൽ കാണണം പോലും. പിന്നെ ആഗ്ര വഴി പോകുന്നുണ്ടല്ലോ, അവിടെ ഇറങ്ങി താജ്മഹലൊക്കെ കണ്ടത് ഇനി പോരുമ്പോ തിരിച്ചേക്ക് പോരാ. ഞാൻ ഇടയ്ക്ക് സഹായിക്കാം. അവളും സഹായിക്കണം. നിനക്ക് പകരം ഞാനൊരു ജോലിക്കാരനെ കൊണ്ടുവന്നു. തീരുമായിട്ടിരുന്നു. അവന് പണിയൊന്നും അറിയത്തില്ല, ഒരു തമിഴനാ. അടുത്ത സ്റ്റേഷനിൽ ഇറക്കിക്കോളാം. നീ വന്ന വിടലേക്ക് നല്ല ഒറ്റ പിടി കമന്നങ്ങ് വീണോളൂ. അത്രേ ഉള്ളു. അപ്പൊ ശരി, നിങ്ങൾ പരിചയപ്പെടും.
ഇനി വാ. ഇങ്ക പങ്ക ഞാനാ ഇവിടുത്തെ മെയിൻ പണിക്കാരൻ. വണക്കം അണ്ണാ. വണക്കം. വണക്കം വണക്കം. யார் இந்த பொண்ணு? ഇതോ എന്റെ വൈഫാ. കല്യോ ഉങ്ക സംസാരം. അവളെ പറ്റി ചെറിയ സംസാരം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ കെട്ടിക്കൊണ്ടെങ്കിൽ പോകുന്നു. അണ്ണാ അതല്ല ഓ പൊണ്ടാട്ടിയാതെന്ന്. പൊണ്ടാട്ടി 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 ഊര്. പോടാ പോടാ പോടാ. അണ്ണാ പൊണ്ടാട്ടി ഊര്. നീ മേടിക്കും കേട്ടോ നീ. അണ്ണാ അതല്ലേ പൊണ്ടാട്ടി ഊര്. നീ കേറി പോടി അവന്റെ കൺവെട്ടത്തുനിന്ന്. കേറിപ്പോ. അണ്ണേ ചൊല്ലി തന്നെ തെരിയില്ലേ? അണ്ണ ഊരല്ലെന്നല്ല പൊണ്ടാട്ടി വീട് എങ്കേന്ന്. വീട് അത് കേരളാണ്. തമിഴ് തെരിയാലാ? കൊഞ്ചം കൊഞ്ചം തെരിയും. പിന്നെ നീ വന്നേ. മുതലാളി ഇങ്ങനെ കാണുന്ന കൂട്ടൊന്നുമല്ല. ആള് ഭയങ്കര ചൂടനാ കേട്ടോ. നമ്മുടെ മുതലാളിയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ വൃത്തിയാണ്. കേട്ടോ. എന്താ പേര്? രാമൻകണ്ടി. അത് മുതൽ പൊളിഞ്ഞല്ലോടാ. നീ വേറെ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? நான் வந்து நாகர்கோவில் கம்பெனி ஸ்டேஷன்ல இருக்கு, மார்த்தாண்டத்து கம்பெனி ஸ்டேஷன்ல இருக்கு, திருநெல்வேலியில கம்பெனி ஸ்டேஷன்ல இருக்கு പൈസ വാങ്ങുறதுக்கு. എല്ലാം മൂത്രപ്പുരയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ലേ. പിന്നെ നീ വന്നേ. ഇങ്ങനൊന്നും നടന്നാ പോരാ കേട്ടോ. രാവിലെ എണ്ണിട്ട് കുളിക്കണം. കുളിക്കാൻ മറ്റേ തണുപ്പാ. പല്ല് തേക്കണം. പല്ല് പുളിക്കുമേ. പിന്നെ വേറെ എന്തോ ചെയ്യുന്നത്? സാപ്പാട് അടിക്കുക. അത് വേണം. പ്രാക്കുളരെ കൂട്ട് നഖവും വളർത്തിക്കൊണ്ട് നടക്കുക. ഇടയ്ക്കൊക്കെ ഇതൊന്ന് വെട്ടണം കേട്ടോ. അപ്പൊ ഒരു 7:20 ഇവിടെ ചായയും വടയൊക്കെ റെഡിയാകും. എന്നിട്ട് ഈ ചായയും വടയും എടുത്തോണ്ട് ചായ എവിടെ ചായ എവിടെ ചായ എവിടെ. അണ്ണ എന്നെ പേച്ച് പേച്ചിന് എന്ത് നമ്മളെ കയ്യിൽ സായ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പടി പേസണം? സായ എവിടെ സായ എവിടെയെന്ന്. സായ നമ്മളെ കൈ ഇരിക്കില്ലയോ? രാത്രിക്ക് ഞാൻ വരയും. ഞാൻ പറഞ്ഞേക്കാം. എടാ ചായ എവിടെ നിന്നല്ല. ചായ വടേ ചായ വടി. സായ 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 വടി. നിന്റെ മുതലാളി എവിടെ? നിന്റെ മുതലാളി എവിടെ? എന്തോ സാറേ? ഞാനേ TTR-ആ, അല്ലാതെ ഫുഡ് ഇൻസ്പെക്ടർ അല്ല. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഇമ്മാതിരി വൃത്തിയായിട്ട് ആഹാരം കൊണ്ട് കൊടുത്തിട്ട് ഒരു കമ്പാർട്ട്മെന്റിൽ കയറി എനിക്ക് ടിക്കറ്റ് പോലും ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എന്താ കുഴപ്പം? എന്താണോ ഇവിടെ 2 കേന്ദ്രമന്ത്രിമാർ AC കമ്പാർട്ട്മെന്റിൽ കയറി. അവര് കക്കൂസിൽ നിന്ന് ഇറങ്ങിയിട്ട് സമയമില്ല അവർക്ക് കേട്ടോ. ഇതെന്നാ മര്യാദ കേടാ. വിളിക്കണോ? ഫുഡ് എന്ത് വരുന്നു? ഫുഡ് എന്ത് വരുന്നത്? ഓട്ടമുട്ടായി. വിളിക്ക് വിളിക്ക് പെട്ടെന്ന് വിളിക്ക്. ഒരാളെ വിളിക്കുന്നു. എന്നെ ആഹാരം അവിടെ താലി കൊടുക്കുന്നത്? ഇവിടെ 2 കേന്ദ്രമന്ത്രിമാര് കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവരൊക്കെ നിലവിളിയോടെ നിലവിളി. എന്നെ ഏർപ്പാട് ചെയ്തു. എന്താ ആഹാരമാണ് ഇത്? പൊറോട്ട മുട്ടയല്ലേ കൊടുത്തേ? എന്നത്തെയായിരുന്നു? ഇന്നത്തെ എന്നെ ആഹാരമായി കൊടുക്കുന്നത് എന്താണ്? കേന്ദ്രമന്ത്രി സംബന്ധം ഞാൻ തരാം. ആദ്യം അവിടെ നിൽക്കട്ടെ. നീ തമ്പാനൂർ തന്നെ കയറിയത്. തമ്പാനൂർ കയറി. ഇതിപ്പോ നീ എറണാകുളത്ത് ഇറങ്ങാനുള്ളതാ. നേരെ ഇപ്പൊ കോയമ്പത്തൂരായി. 1500 രൂപ പെറ്റി ഇറങ്ങണം. ടിക്കറ്റ് ഇല്ലാതെ കയറി. അങ്ങനെ എടുക്ക്. ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. മഹാഭാവി, ഞാൻ സെൻട്രൽ ജയിലിൽ 4 ദിവസത്തെ പരവുള്ള ഇറങ്ങിയൊരു തടവ് പുള്ളിയാടാ ഞാൻ. ഞാൻ എറണാകുളത്ത് പോരാച്ച് രാവിലെ ഈ ട്രെയിനിൽ കയറിയടാ. അറിയാമോ ഇവിടെ അണ്ണാച്ചി ഇവിടെ ഈ അണ്ണാച്ചി കൊണ്ടുവന്ന 3 പൊറോട്ട ഒരു മുട്ടയെ മേടിച്ച് തിന്നടാ. അപ്പൊ കയറിയതാണ് സാറേ ഞാൻ കക്കൂസില്. 3ാമത്തെ പ്രാവശ്യം കക്കൂസിൽ ഇറങ്ങിയപ്പോ ഈ എറണാകുളം വിട്ട് ട്രെയിൻ എന്നാ പുല്ല് പോട്ടത്തെ തൃശ്ശൂർ എങ്ങനെ ഇറങ്ങാന്ന് വെച്ച്. എന്നാൽ തൃശ്ശൂർ 2ാമത്തെ പ്രാവശ്യം കക്കൂസി കയറി തൃശ്ശൂരും കഴിഞ്ഞു. ഇപ്പൊ വന്നതാ കോയമ്പത്തൂരായി. 1500 രൂപ പെറ്റി അടിച്ച് എന്റെ ഈശ്വര ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട 50,000 രൂപ ഉണ്ടായിരുന്നു. കക്കൂസി ഇരുന്നപ്പോ അത് വരാൻ പൊട്ടിച്ചോണ്ട് പോയി. അപ്പൊ ഇനി 4 ദിവസം വീട്ടിൽ ചെല്ലുമ്പോ എന്റെ പരവള് കഴിയും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്റെ ഈ 50,000 എന്റെ നഷ്ടപരിഹാരം 10,000 60,000 എനിക്ക് ഇപ്പൊ കിട്ടണം. കാര്യമില്ല. ഇനി വന്നേ. കക്ഷി കറക്റ്റായിട്ട് മനസ്സിലായാരാണ്? മനസ്സിലായില്ലേ? പത്രത്തിൽ വായിച്ചിട്ടില്ലയോ? കൊലപാതക കേസിലെ പ്രതിയാ. കേട്ടിട്ടില്ലയോ? ചിരട്ടപ്പോൾ അജി. എന്നാ 2 ചേട്ടൻ കത്തിക്കട്ടെ ഇവിടെ. അതല്ല ഗുണ്ട. ഗുണ്ട. എനിക്ക് ഉണ്ടേ വടയൊന്നും വേണ്ട. ഇവിടെ പൊറോട്ട തന്നെ മതിയായി. പൈസ ഇല്ലെങ്കിൽ നിന്റെ കുത്തി കുളഞ്ഞുമാല എടുക്കും. നിന്റെ കുളഞ്ഞുമാല തരാമോ? പെണ്ണുമ്പളുടെ താലിമാല ഒന്ന് അതൊക്കെ ചോദിച്ചു ഡൽഹി ചെല്ലുമ്പോ തരാം. എടുത്തു തരണം. പിന്നെ മോളെ ആ തലിമല ഇത് ശരിയാവത്തില്ല തരാന്ന്. ചേട്ടാ, ഇത് ശരിയാവത്തില്ല. മുതലാളി ഇപ്പൊ പിടിച്ചോണ്ട് ഓടി ഇങ്ങോട്ട് താ. ഊരിക്കോട്ട് ഊരടി പെട്ടെന്ന്. പൊട്ടിക്കല്ലേ മുതലാളി 1.5 പവനാ കേട്ടോ. 10,000 രൂപ ഡൽഹി ചെന്നാ മേടിച്ചു തരാം. ഇത് എത്ര കിട്ടും? ഒരു 70,000 രൂപ കൈ കിട്ടും. കിട്ടും. അപ്പൊ 10,000 രൂപ അത് കൂട്ടിക്കോ. അപ്പൊ ഞാൻ വേറൊരു കാര്യം വിട്ടുപോയി. ഇതല്ലേ ഇതുകൂടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇനിയെങ്കിലും ഇതൊക്കെ മാറ്റിയിട്ട് വൃത്തി മെനായിട്ട് ആഹാരം കൊടു. ഇല്ലെങ്കിൽ തല്ലുകൊണ്ട് ഊപ്പാട് വരും. പറഞ്ഞ മനസ്സിലായല്ലേ? മുതലാളി, എന്റെ മാല കൊണ്ടുപോയി. മാല കൊണ്ടുപോയി. ഞാൻ ഡൽഹി ചെല്ലുമ്പോ മേടിച്ചു തരാം. അത് ശരിയാവത്തില്ല. അതെന്തിനു കൊണ്ടുപോയതാ? അതൊന്ന് പടയം വെക്കാൻ. മുതലാളി,
പറഞ്ഞോ പെണ്ണെ. മുക്കുകൊണ്ട് പോത്. മുക്കുകൊണ്ടോ? എന്റെ അമ്മ, മുതലാളി എന്റെ അമ്മ. കൊല്ലുന്നുണ്ട്. മോൾക്ക് നീ ഡൽഹി കാണണ്ട, ഒരു താട്ടുകളും കണ്ട. ഇതൊന്ന് വൃത്തിയാക്കാവോ എല്ലാവരും? ഇനി ഞാൻ പൈസ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. മുതലാളി ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുവാണ്. വൃത്തിയും വരെ ഇല്ലെങ്കിൽ മുതലാളി അടി കൊണ്ട് ചാകും. അപ്പൊ റെഡിയൊക്കെ ആ ചട്ടിയും കലവെല്ലാം എടുത്ത് കഴിയണം. ആ വാട്ട് ബേസിനകത്ത് ഒരു അടിക്ക് ഇരിക്കാൻ പാടില്ല. കേട്ടിട്ടാ സഹായിക്കണേ അങ്ങോട്ട്. പിന്നെ ദാ ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ, അതൊക്കെ യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടുവെക്കണം കേട്ടോ. ആ പെട്ടെന്ന് പെട്ടെന്ന്. കണ്ടാ വിടാതെ കാണുന്നു പിടിച്ചേക്കോട്ടെ. ഇതങ്ങനെ ട്രെയിൻ നിന്നല്ലോ. സ്റ്റേഷനെത്തിയോ? സ്റ്റേഷനല്ല ഇത്, സ്റ്റോപ്പായിരിക്കും മുതലാളി. പാസിംഗ് ആയിരിക്കും കേട്ടോ. പാസിംഗ്. ഇവിടെ എല്ലാം വൃത്തിയാണല്ലോ, വൃത്തിയാണല്ലോ. പാണ്ഡ്രിക്കാരൻ അതല്ലേ? ഉണക്കോ പാണ്ടിക്കാരുടെ കാര്യമല്ല ചോദിച്ചത്, പാണ്ഡ്രിക്കാർ ആരുടെയാണെന്നാണ് ചോദിച്ചത്. ഞാനാണ് എടുത്തത്. ഓ, താങ്കളാണല്ലേ? അതെ, ഈ പാണ്ഡ്രിക്കാരനകത്ത് ആരോ ചങ്ങല പിടിച്ച് വലിച്ചു ട്രെയിൻ നിന്നു. ഇല്ല സാർ, അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞോണ്ടല്ലേ ഞങ്ങൾ വന്നത്. നമ്മുടെ ചെയിൻ വലിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക്. ഒരു മിനിറ്റ്, നീ വലിച്ചോ? സത്യം പറ. ഞാൻ വലിച്ചില്ല. എടി നീ എങ്ങാനും വലിച്ചോ? അയ്യോ ഇല്ല മുതലാളി, ഞാൻ വലിച്ചില്ല. അല്ല, ഞങ്ങൾ വലിച്ചിട്ടില്ല സാറേ. നോക്ക്, ഞങ്ങൾ ചെയിൻ. അയ്യോ, ആരാ ഇതിന് വാടക്കൊല നോക്കിയത്? ഇവിടെ എന്തിനാ എന്നെ വാടക്കൊല നോക്കിയത്? സാർ ഞാൻ നോക്കുമ്പോൾ വാടക്കൂടെ തറയിൽ കിടക്കുന്നത് കേടാവില്ലെന്ന് വെച്ച് തൂക്കിയിട്ടത്. അതെ, ഇത് തന്റെ ജോലിക്കാരനല്ലേ? അതെ. അപ്പൊ താനാണ് ഇതിന് ഉത്തരവാദി. അറസ്റ്റ് ചെയ്യാവേ.